എല്ലാവർക്കും നമസ്കാരം. RCM അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്, നോർത്ത് പറവൂർ, പ്ലാറ്റിനം അച്ചീവർ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സിയാൽ കൺവെൻഷൻ സെന്ററിൽ അതിഗംഭീരമായ RCM ആഘോഷങ്ങൾ നടന്നു. അതിൻ്റെ വീഡിയോസും സന്ദേശങ്ങളും പാർട്ടായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാം. നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആലുവ MLA അൻവർ സാദിഖ് സാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്ക് നല്ലൊരു കൈയോടുകൂടി സ്വീകരിക്കാം. ഹാർട്ടി വെൽക്കം ടു അവർ റെസ്പെക്ടഡ് MLA അൻവർ സാദിഖ് സാർ. നല്ലൊരു കൈയടി. JRCM. നന്നായിട്ട് കൈയടിച്ചാട്ടെ. JRCM. നമ്മുടെ ആരാധനായ RCMന്റെ ഉപജ്ഞാതാവ് TCGയുടെ ഒരു ബുക്ക് നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രൻ സാർ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. എന്നോട് ചോദിച്ചു ബുക്ക് ഹിന്ദിയിലാണ്. അൻവർ സാറിന് ഹിന്ദി ഞാൻ പറഞ്ഞു മനസ്സിലാകും, കുഴപ്പമില്ല. ഓക്കെ, യെസ്. ओके, म्यूजिक थोड़ा बंद करो भाई. यस. JRCM. RCM എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സ്വയം പര്യാപ്തത, അതുപോലെ രാജ്യത്തിൻ്റെ പുരോഗതി ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് സേവ, അതായത് സേവനം, ആരോഗ്യം, സംസ്കാരം, ഈ 3 പ്രധാന ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം, അതുപോലെ വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ഉദ്ദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RCM അഭിയാൻ. ഈ RCM അഭിയാൻ്റെ അംഗങ്ങളാണ്, പങ്കാളികളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം പേരും. 25 വർഷം RCMൽ 2000 ഓഗസ്റ്റിൽ രാജസ്ഥാനിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ 100 സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷം, അതിൽ 25 സിറ്റികളിൽ ഇത്തരത്തിലുള്ള വലിയ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നടക്കുന്ന സെലിബ്രേഷനാണ് ഇന്നിവിടെ സിയാലിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഇവിടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതിന് വലിയൊരു സ്റ്റാള് തയ്യാറാക്കിയിട്ടുണ്ട്. പോഷക സമ്പുഷ്ടമായ ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, ഇതാണ് ആരോഗ്യത്തിന് അടിസ്ഥാനം. ഇത് നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെയും അവയർനെസ്സിലൂടെയും പ്രാവർത്തികമാക്കുന്നു. അതുപോലെ ജനോപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നു. ബ്ലഡ് ഡൊണേഷൻ, ഓൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ബ്ലഡ് ഡൊണേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ധാരാളം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നമ്മൾ നടത്തിയിരിക്കുന്നു. അതുപോലെ വൃക്ഷം നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് സംരക്ഷണമേകുക, ലക്ഷക്കണക്കിന്
മരങ്ങൾ RCM കുടുംബാംഗങ്ങൾ ഇന്ത്യയിലൊട്ടാകെ വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിനും വരുന്ന തലമുറയ്ക്കും ഒത്തിരി നേട്ടങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനം 25 വർഷം പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നല്ലൊരു കയ്യടിയോടുകൂടി ജയ് RCM. ഈ സുദിനത്തിൽ നമുക്കൊരു സന്ദേശം തരുന്നതിനായി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട RCMന്റെ പ്രിയപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ 25ാം വാർഷികത്തിൽ എനിക്ക് പങ്കാളിയാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും RCMന്റെ ഓരോ അംഗങ്ങളും ഇന്നിവിടെ അണിചേർന്നിരിക്കുകയാണ്. ഇവരെപ്പോഴും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണമല്ലോ. നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ജനങ്ങൾക്ക് നല്ല ആരോഗ്യ പരിരക്ഷയുള്ള ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇടയ്ക്ക് കമ്മീഷൻ അധികം അടിക്കാതെ അല്ലേ ഡയറക്റ്റായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ വലിയ താല്പര്യത്തെയും അതിൻ്റെ മുൻനിർത്തി നമ്മുടെ പ്രവർത്തനത്തെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത വേണം. നമ്മൾ ഉള്ളിലൊന്നും പുറത്ത് മറ്റതാവാൻ പാടില്ല. ഉള്ളിലൊന്നും അത് തന്നെ പുറത്തായിരിക്കണം. അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട സാമൂഹ്യ പ്രതിബദ്ധത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അവിടെ വ്യക്തിയായാലും പ്രസ്ഥാനമായാലും നമ്മളെപ്പോഴും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ പ്രതിബദ്ധത നമുക്കുണ്ടാവണം. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറക്റ്റ് മാർക്കറ്റിലോ നിങ്ങളുടെ കുടുംബ സാമ്പത്തിക ഭദ്രത, സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഒരിക്കലും ജനങ്ങളെയോ ആരെയും കബളിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഉറപ്പ് ഉള്ള രീതിയിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ വേണ്ടത് സത്യസന്ധത. ആ സത്യസന്ധത നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ 25ാം വാർഷികം ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്. അതെന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും സർവക്തനായ ദൈവം ദീർഘായുസ്സും ആയുസ്സും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവിധ 25ാം വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. ഇത് ആലുവയിൽ വെച്ചതിലും സന്തോഷം. സാബു എന്ന സുഹൃത്താണ് എന്നെ അറിയിച്ചത്. അദ്ദേഹമാണ് എന്നെ പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാ അഭിനന്ദനവും. RCM അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എഴുതുക. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. വീണ്ടും അടുത്ത പ്രോഗ്രാമായി വീണ്ടും കാണാം.